വളരെ കൃത്യമായി 3 കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കാൻ പോവുകയാണ്. അതിപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനെക്കുറിച്ച് വന്നിട്ട് നമ്മൾ ഈ 2 ദിവസത്തെ നമ്മളുടെ ശുശ്രൂഷകളെല്ലാം അതിനെ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് നമ്മളത് കാണുകയാണ്. ഒന്നാമതായി കർത്താവ് പറഞ്ഞതുപോലെ മനുഷ്യപുത്രൻ വരുമ്പോൾ എന്താ, ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? സാത്താൻ യുഗാന്ത നാളുകളിൽ സംഭവിപ്പിക്കാൻ പോകുന്ന വലിയ കാര്യം വിശ്വാസ ജീവിതം അസാധ്യമാക്കി തീർക്കും. അത് പ്രധാനമായും 2 രീതിയിലായിരിക്കും. ഒന്നാമതായി, സെക്കുലറിസം നിയമമായി ലോകത്ത് രാജ്യങ്ങൾ കൊണ്ടുവരും. സെക്കുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷത എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് മതങ്ങളെ നിരാകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇന്ത്യ സെക്കുലർ സ്റ്റേറ്റ് ആണ്, പക്ഷെ മതങ്ങളെ അംഗീകരിക്കുന്ന സെക്കുലറൈസേഷനാണ്. അതേസമയം ഫ്രാൻസ് ലൈക്ക് സൊസൈറ്റിയാണ്, സെക്കുലർ സൊസൈറ്റിയാണ്. പക്ഷെ ഫ്രാൻസിൽ മതങ്ങൾക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞാൽ മതങ്ങൾ ഔദ്യോഗികമായി അംഗീകാരമില്ല. പ്രൈവറ്റായിട്ട് മതം പാലിക്കാവുന്നേ ഉള്ളൂ. ഒരു മതത്തിനും പബ്ലിക്കായിട്ട് അംഗീകാരമില്ല. അപ്പോൾ മതത്തിൻ്റെ സെക്കുലറൈസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്നത് ദൈവവും വിശ്വാസവും മതവും ആചാരാനുഷ്ഠാനങ്ങളും പരിഷ്കൃത സൊസൈറ്റിക്ക് ചേർന്നതല്ല എന്ന് ലോകം വിധിച്ചുകൊണ്ട് വിധി പ്രസ്താവിക്കുകയാണ്. ഇത് ലോകത്ത് സംഭവിക്കും. ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിലൊക്കെ ഒരു ഗവൺമെന്റ് ജോലിയിൽ ഔദ്യോഗികമായി ഗവൺമെന്റ് ജോലി കിട്ടില്ലായിരുന്നു വിശ്വാസികൾക്ക്. ഇപ്പോഴും മതവിശ്വാസിയാണെങ്കിൽ ഇലക്ഷന് നിൽക്കാൻ പാടില്ല എന്നാണ് സ്റ്റേറ്റിന്റെ നിയമം. ഫ്രാൻസിലൊക്കെ ഞാൻ പറയുന്നത്, ഒരു ഫെയ്ത്ത് ഞാൻ പ്രൊക്ലൈം ചെയ്യുന്ന വ്യക്തിക്ക് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് വരാൻ അവകാശമില്ല, സ്റ്റേറ്റിന്റെ നിയമം. അങ്ങനെയാണ് ലൂർദില് പരിശുദ്ധ കന്യകാമറിയം അത്ഭുതങ്ങൾ സംഭവിച്ചതിനെ കുറിച്ച് സയന്റിഫിക്കായിട്ട് സ്റ്റഡി നടത്തിയ എത്തയിസ്റ്റായിട്ടുണ്ടായിരുന്ന ഡോക്ടർ മാനസാന്തരപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഗവൺമെന്റ് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വന്നു. അവിടെ ജോലി ചെയ്യാൻ പറ്റാതെ വന്നു. അദ്ദേഹം പിന്നീട് കാനഡയിലും പിന്നെ അമേരിക്കയിലും വന്നാണ് അദ്ദേഹം ജോലി ചെയ്തത്. ലൂർദിലേക്കുള്ള തീർത്ഥയാത്ര എന്നുള്ള ഗ്രന്ഥം എഴുതിയ വ്യക്തി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ലോകത്ത് വിശ്വാസം എടുത്തു നീക്കാൻ ആദർശങ്ങളുടെ രൂപം ധരിച്ചുകൊണ്ട് ഒരു വിധത്തിൽ ശത്രു രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു. മറുവശത്ത് ക്രൈസ്തവ പീഡനം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വ്യത്യസ്തങ്ങളായ രീതിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. അത് തുടങ്ങി ഇനി അത് വർത്തമാനമായിരിക്കും. ഇപ്പോൾ നമ്മൾ കൂട്ടുകൂടുന്നവർ ആരും നമ്മളെ അടുത്ത തലത്തിൽ സംരക്ഷിക്കണമെന്നില്ല. ഇപ്പോൾ നമ്മളെ RSS സംരക്ഷിക്കുമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ ഇസ്രായേൽ സംരക്ഷിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയും സാത്താൻ കൊടുത്തിരിക്കുന്ന അധികാരവും അനുസരിച്ച് യുഗാന്ത നാളുകളിൽ ലോകത്ത് ക്രിസ്ത്യാനി മാത്രമായി തീരുകയും ലോകം മുഴുവൻ ക്രിസ്ത്യാനിക്ക് എതിർ നിൽക്കുകയും ചെയ്യും. കാൽവരിയിൽ എന്നതുപോലെ കാൽവരിയിൽ ലോകം 2ആയി തിരിഞ്ഞു. ക്രിസ്തുവും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരും ഒരു വശത്തും ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരും എതിർക്കുന്നവരും മറുവശത്തും. ഇങ്ങനെ കാൽവരിയിൽ ലോകത്തിന്റെ 2ആയ തിരിവ് യുഗാന്ത നാളുകളിലും ലോകം 2ആയി തിരിയും. ഒന്നുകിൽ ക്രിസ്തുവിനോട് കൂടെ നിൽക്കുന്നവർ, അല്ലെങ്കിൽ ക്രിസ്തുവിനെതിരെ നിൽക്കുന്നവർ. അപ്പോൾ അനേക പീഡനങ്ങളുടെ നടുവിൽ വിശ്വാസം ജീവിക്കുക എന്നുള്ളത് അസാധ്യമായി തീരും. ഇന്ന് നമ്മൾ വളരെ സേഫായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. പക്ഷെ ആർക്കറിയാൻ, പെട്ടെന്ന് നാളെ സിറ്റുവേഷനൊക്കെ പെട്ടെന്ന് മാറാം. നമ്മൾ വിചാരിക്കുന്നത് പോലെ സുരക്ഷിതമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ വിശ്വാസം ലോകത്ത് നിന്ന് ക്രമേണ അപ്രത്യക്ഷമായി തീരും. സാത്താൻ നീക്കിക്കളയും. മനുഷ്യ ഹൃദയങ്ങളിൽ നിന്നും വിശ്വാസത്തെ എടുത്തു നീക്കും. വിശ്വാസത്തെ എടുത്തു നീക്കുന്നതോടുകൂടെ 2ാമത്തെ പുണ്യവും സാത്താൻ എടുത്തു നീക്കും. വിശ്വാസത്തിൽ നിന്നാണ്
ഒരു വ്യക്തിക്ക് ജീവിക്കാനുള്ള പ്രത്യാശ കിട്ടുന്നത്. ഉദാഹരണത്തിന്, ഞാൻ നിത്യജീവനിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് എനിക്ക് നിത്യജീവൻ പ്രാപിക്കാം എന്നുള്ള പ്രത്യാശ കിട്ടുന്നത്. ദൈവം നല്ലവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നല്ലവനായ ദൈവം എനിക്ക് നന്മ തരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നത്. ദൈവം സ്നേഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് എന്നെ എൻ്റെ ദൈവം സ്നേഹിക്കുന്നു, കൈവിടുകയില്ല എന്ന് ഞാൻ പ്രത്യാശിക്കുന്നത്. വിശ്വാസ വിഷയങ്ങളിൽ നിന്നാണ് ഒരു വ്യക്തിക്ക് പ്രത്യാശ ഉണ്ടാകുന്നത്. വിശ്വസിക്കാത്ത വ്യക്തിക്ക് പ്രത്യാശ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്ന് ലോകത്ത് വിശ്വാസം നഷ്ടമാകുന്നുവോ അന്നു മുതൽ പ്രത്യാശയും ലോകത്ത് നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കും. പ്രത്യാശയും എടുത്തു നീക്കപ്പെടും. അത് പല വിധത്തിലാകാം. ഡ്രഗ്സിന് അടിമപ്പെടുന്നവർ, ലൗകായികതയ്ക്ക് അടിമപ്പെടുന്നവർ, ഈ ലോകമാണ് സുഖസൗകര്യങ്ങൾ, നിത്യജീവനെ നിഷേധിക്കുന്നവർ, അങ്ങനെയെല്ലാം നിരാശയിൽ നിബന്ധിക്കാനിടയാകും ഒരു വിഭാഗത്തിൽ. അങ്ങനെ ആത്മഹത്യകൾ പെരുകുന്നു, ഡ്രഗ്സിന് അടിമപ്പെടുന്നവർ പെരുകുന്നു. വേറൊരു വശത്ത് അത്യയിസം വളരുന്നത് കൊണ്ട്, നിത്യജീവനെ കുറിച്ച് പ്രതീക്ഷയില്ലാത്തത് കൊണ്ട്, ഈ ലോക ജീവിതം കൊണ്ടെല്ലാം അവസാനിക്കും എന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട് പ്രത്യാശയില്ലാത്ത ജീവിതം. അങ്ങനെ പ്രത്യാശയെ സാത്താൻ എടുത്തു നീക്കും. രണ്ടാമതായി വരുന്ന അപകടം അതാണ്. മൂന്നാമത്തെ അപകടം എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ? ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കറിയാം. വിശ്വാസം, പ്രത്യാശ. മൂന്നാമത്തെ ദൈവിക പുണ്യം മൂന്നെണ്ണമാണ്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. മൂന്നാമതായി ലോകത്ത് നിന്ന് സ്നേഹം, യഥാർത്ഥ സ്നേഹം മാറ്റപ്പെടും. യഥാർത്ഥ സ്നേഹം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും, അങ്ങനൊരു വാക്കിയില്ലേ ബൈബിളില്, സ്നേഹം തണുത്തു പോകും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തു പോകും. സത്യം അതല്ലേ? ഇപ്പോൾ നമ്മൾ നോക്കി വാട്സപ്പിലൊക്കെ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നതും നമുക്കെതിരായി നിൽക്കുന്ന ചില മതങ്ങളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ കാണുമ്പം നമുക്ക് ആ മതവിശ്വാസികളോട് പണ്ടുള്ള പോലെ സ്നേഹം ഉണ്ടോ? ഇപ്പം ഉണ്ടോ? ഇല്ല. അവരനുഭവിക്കട്ടെ. ഇസ്രായേലിനെ ഇറാനെ കൂടെ തീർക്കട്ടെ, അല്ലെങ്കിൽ ഇന്ത്യ കയറി പാകിസ്ഥാനെ എല്ലാം തീർക്കട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തു പോകും ലോകത്ത്. ആകയാൽ യുദ്ധത്തിനിരയായവരുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം തണുത്തു പോകും. അത് കാണുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം തണുത്തു പോകും. ലോകത്ത് സ്നേഹമില്ലാത്ത വറ്റിയ ഒരു ലോകം വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളക്കരയിൽ, ഈ നാട്ടുകളിലൊക്കെ സംഭവിക്കുന്ന അതിക്രൂരമായ കൊലപാതകങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മുടെ നാടായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പണ്ട് അച്ഛൻ ആരാണ്? ഞങ്ങൾ കേരളക്കാരാണ്. അമേരിക്കൻ അല്ലേ എന്നാ വിചാരിച്ചല്ല. അല്ല, നമ്മുടെയൊക്കെ കണ്ടാൽ അറിയാം നമ്മളുടെ അമേരിക്കൻസ് ആണെന്നുള്ള കാര്യം. എന്നാൽ പോലും ഞാൻ പറയും, നമ്മുടെ ഒറിജിൻ ഇന്ത്യൻസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്നേഹം തണുത്തു പോകുന്ന അവസ്ഥയിൽ അതിക്രൂരമായ കൊലപാതകങ്ങളും അതിക്രൂരമായ തിന്മകളും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇല്ലേ? അതെ. എല്ലാവരും ആരാധനയിൽ മാത്രമാണ് ശ്രദ്ധ എനിക്ക് തോന്നുന്നത്. ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയും മനസ്സുകൊണ്ട് ആരാധിക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹം തണുത്തു പോകും. സ്നേഹവും വിശ്വാസവും പ്രത്യാശയും നഷ്ടപ്പെട്ട ഒരു ലോകത്ത് നമ്മൾ ഒന്ന് നിവർന്നിരിക്കാവോ? തൊട്ടടുത്തിരിക്കുന്ന ആൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി, താടിക്ക് കൈയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കാതെ നേരെ ഒന്ന് നിവർന്നാൽ നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ധ്യാനിക്കാൻ വളരെ നല്ല എളുപ്പമുള്ള കാര്യമാണ് അതെന്നാലും. അപ്പോൾ ഇതോടുകൂടെ ലോകത്ത് സംഭവിക്കുന്ന അടുത്ത കാര്യം പറുദീസയിൽ സംഭവിച്ചത് തന്നെയാണ്. പറുദീസയിൽ ഹവ്വയിൽ നിന്ന് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും എടുത്തു നീക്കിയ സാത്താൻ പിന്നീട് പറഞ്ഞു ഹവ്വയോട്, നിങ്ങൾ ഈ പഴം ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെയാകും, എന്നെ കേട്ടാൽ നിങ്ങൾക്ക് ദൈവത്തെ പോലെയാകും, നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും, നിങ്ങൾ നന്മ തിന്മകൾ തിരിച്ചറിയും, നിങ്ങൾക്ക് ദൈവത്തെ പോലെയാകാം, നിങ്ങൾ മരിക്കുകയില്ല, ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടും. ദൈവസ്ഥാനത്ത് സാത്താൻ ഉപവിഷ്ടനാകും.
ഇതാണ് യുഗാന്ത നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന 3 പുണ്യങ്ങൾ എടുത്തു നീക്കപ്പെടുന്നതോടുകൂടെ സാത്താൻ ദൈവിക ജ്ഞാനം ഹൃദയത്തിൽ നിന്ന് നീക്കുകയും സാത്താൻ തന്നെ ദൈവസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അങ്ങനെ അനേകർ സാത്താൻ ആരാധനയിലേക്ക് കടന്നു ചെല്ലും. ഈ കാലഘട്ടത്തിൽ ഇല്ലേ സാത്താൻ ആരാധന? ധാരാളമായിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏറെയുണ്ട്. ഇനി വരാൻ പോകുന്നിടത്ത് അതിന് ഔദ്യോഗികത കിട്ടും. പല രാജ്യങ്ങളും സാത്താൻ ആരാധനാ സംഘടനകളെ മതത്തിന്റെ ലേബലിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ പ്രതീക്ഷിച്ചോ? ചില രാജ്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ? കാനഡയിൽ അങ്ങനെ ഇല്ലായിരുന്നു? കുറച്ച് നാളും ഉണ്ടായിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് സൈറ്റാനിക് വർഷിപ്പ് ഗ്രൂപ്പ്സിന് റിലീജിയന്റെ എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടി ഔദ്യോഗികമായി കൊണ്ടുവരും. ഇത് ലോകരാഷ്ട്രങ്ങൾ ഏറെ താമസിയാതെ നടപ്പിൽ വരുത്തും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൺമുൻപിൽ ഏറെ താമസിയാതെ കാണാൻ പോവുകയാണ്. ആകയാൽ ഇനിയുള്ള നാളുകളിൽ ആധ്യാത്മിക ജീവിതം നയിക്കണമെങ്കിൽ ഇത്രയും നാളും ജീവിച്ചതുപോലെ ജീവിച്ചാൽ പോരാ. ഇത്രയും നാളും പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചാൽ പോരാ. ഇത്രയും നാളും ഉണ്ടായിരുന്ന കൺവിക്ഷൻസ് പോരാ. ഇനിയുള്ള നാളുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ കാര്യങ്ങളിൽ, ഞാനിത് പറയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആകുലപ്പെടുന്നുണ്ട്. എൻ്റെ അച്ഛ, ഞങ്ങളൊക്കെ ഇനി അങ്ങ് വീഴാതെ അങ്ങ് പോകും. പക്ഷേ ഞങ്ങളുടെ മക്കളുടെ കാര്യം വരുമ്പോഴത്തേക്കും എന്തായിരിക്കുമാവോ ഈ സ്ഥിതി എന്ന് ആകുലപ്പെടുന്നില്ല നിങ്ങൾ? സത്യത്തിൽ ആകുലപ്പെടുന്നില്ലേ? ഇല്ലേ? തലയാട്ടിയ പോലെ വാവളി ചാന്ന് പറഞ്ഞാലേ ആർക്കാവുള്ളൂ. എന്നാലേ ഈശോ കേൾക്കുള്ളൂ. ഈശോയെ മൂടി വെച്ചിരിക്കാൻ. അതുകൊണ്ടൊക്കെ അതുകൊണ്ട് ഈ ആകുലത യാഥാർത്ഥ്യമായി വരും ഏറെ താമസിയാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃത്യമായ ആധ്യാത്മികത എന്താണെന്നും എങ്ങോട്ട് നമ്മൾ ആധ്യാത്മികത ഉറപ്പിക്കപ്പെടണമെന്നും നമ്മൾ ചില കാര്യങ്ങൾ ഈ 2 ദിവസത്തെ ക്ലാസ്സുകളിൽ കാണാൻ പോവുകയാണ്. ഈ 2 ദിവസത്തെ പഠനം ഇതാണ് നമ്മളുടെ വിഷയം അവതരിപ്പിക്കുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ്. അതുകൊണ്ട് നിസാരമായി ഒരു സാധാരണ ധ്യാനത്തെ കാണുന്നത് പോലെ കാണരുത്. സാധാരണ ധ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിതത്തിന്റെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അങ്ങ് പോവുകയാണ്. ഇതങ്ങനെയല്ല. ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇനിയുള്ള കാലങ്ങളിൽ ബോധ്യപ്പെട്ട് നമ്മൾ രൂപപ്പെടുത്തി എടുക്കേണ്ട ചില അടിസ്ഥാന ദൈവിക ബോധങ്ങളെ കുറിച്ച് നമ്മൾ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാ കാര്യങ്ങളും കാണാൻ സമയമില്ല. കാരണം നമ്മൾ വരുന്നത് തന്നെ 10:30-ക്കാണ് 9 മണിക്കത്തെ ധ്യാനത്തിന്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ഷോർട്ട് കട്ട് ചെയ്യേണ്ടി വന്നു ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ. അങ്ങനെയാണ് കേട്ടോ കാര്യം പറയുന്നതാണ്. സ്നേഹത്തോടുകൂടെ കാര്യം പറയുന്നതാണ്. ഏറ്റവും സുന്ദരമായിട്ട് സ്നേഹത്തോടെ കാര്യം പറയാതിരിക്കാൻ പറ്റുമോ അച്ഛന്? പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ആത്മരക്ഷ അപകടത്തിലാകും. നിങ്ങളുടെ ആത്മാവിന്റെ സൂക്ഷിപ്പുകാരനായിട്ടാണ് ഈശോ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്, അല്ലേ? അതെ, നിങ്ങളുടെ ആത്മാവിന്റെ സൂക്ഷിപ്പുകാരനായിട്ട് അയച്ചപ്പം സ്നേഹത്തിൽ സത്യം പറഞ്ഞില്ലെങ്കിൽ ഈശോ ചോദിക്കും, നിന്നെ ഞാൻ അവിടെ നിർത്തി, ഞാൻ മിണ്ടാതിരുന്നു, നീ എന്താ പറയുന്നത് കേൾക്കണ്ടായിരുന്നു ഞാൻ എന്ന് പറഞ്ഞ് എന്നെ പിടിക്കും പുള്ളിക്കാരനല്ല. ഇപ്പം ഇവിടെ ഇരിക്കും പാവമായിട്ട്. ഞാൻ എടുക്കുമ്പോൾ എടുത്തോളും, ഞാൻ എടുക്കുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പുള്ളി എന്നെ എടുക്കും. അപ്പം അതുകൊണ്ട് ഞാൻ പേടിച്ചു പോകണം. അപ്പം അതുകൊണ്ട് പറയുന്നതാണ്, ശ്രദ്ധിച്ചകം നിങ്ങളെയും എടുക്കും. ഞാൻ മാത്രമല്ല, നിങ്ങളെയും എടുക്കും. നിങ്ങളിപ്പം വിചാരിക്കും പാവൊന്നും അറിയുന്നില്ല, ഇങ്ങനെ ഇരിക്കുകയാണെന്ന്. ഒരിക്കൽ നിങ്ങളും നിർത്തപ്പെടും. അപ്പോൾ നിങ്ങളുടെ ഒരു പട്ടിട്ട് നിങ്ങളുടെ മുഖം മൂടാം, പക്ഷെ ഈശോയെ മൂടാൻ പറ്റാത്ത ദിവസം വരും. മുഖാമുഖം കാണും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ ക്ലാസ്സിൽ ക്ലാസ് കഴിഞ്ഞോ? സമയം 12:42 1:15 ഭക്ഷണം തന്നാൽ മതിയോ ഇന്ന്? അല്ലേ? ഒരു പാപപരിഹാരാർത്ഥം. സാധാരണ എൻ്റെ സ്വഭാവം അനുസരിച്ചാണ് 2:00 ഇന്ന് പോകേണ്ടത്. ഇന്ന് നിങ്ങളായതുകൊണ്ട് ഞാൻ 1:15 വരെ കൊണ്ടുപോകുന്നുള്ളൂ. നിങ്ങളോട് എനിക്ക് ഭയങ്കര കരുണയാണ്. എന്താണെന്നറിയില്ല. രാവിലെ 5 മണിക്കൊക്കെ ഏറ്റു വന്നവർ കരുണ കാണിക്കാതിരിക്കാൻ പറ്റുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ
അതുകൊണ്ട് സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ്. ഈ അടിയന്തര ഘട്ടത്തിൽ കത്തോലിക്ക തിരുസഭയിൽ അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് അടിസ്ഥാനമായി അവലംബമായി 3 കാര്യങ്ങളായിരിക്കും ഉണ്ടാകുക ഇനിയുള്ള നാളുകളിൽ. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? നമുക്ക് ആശ്രയിക്കാനുള്ള 3 കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ആധ്യാത്മിക ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഉറപ്പുള്ള 3 കാര്യങ്ങൾ ഉണ്ടാവും. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ഒന്ന് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന. 2 ജപമാല എന്നതിനേക്കാൾ പരിശുദ്ധ കന്യകാമറിയം. അതിൽ നിന്നാണ് ജപമാല ഒരു ഭക്തി മാത്രമാണ്, ഒരു പേഴ്സൺ എന്ന നിലയിൽ പരിശുദ്ധ കന്യകാമറിയം. 3 ദൈവവചനം. കണ്ടോ, ആ ചേട്ടൻ വളരെ തീഷ്ണമായി വചനമായിട്ടാണ് വന്നിരിക്കുന്നത്. 2 പേരും വചനം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടൊക്കെ എങ്ങനെയൊക്കെ കാണുന്നത്, മനുഷ്യൻ ഇത്രയും നല്ലവരാണല്ലോ എന്ന് വിചാരിച്ച്. വേറെ ആരെങ്കിലും ബൈബിൾ കൊണ്ടുവന്നവരൊക്കെ ഒന്ന് കര ഉയർത്തേക്ക് എന്ന്. ഇത്രയും പേര് ബൈബിൾ കൊണ്ടുവന്നു. കയ്യടി നിങ്ങൾക്ക്. എൻ്റെ കർത്താവേ മതി, എന്നെ നിങ്ങൾ അതിശയിപ്പിച്ച് കളഞ്ഞു ബൈബിൾ കൊണ്ടുവന്നു. കാരണം ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ആരംഭിച്ചു. അതാണ് എന്റെ സൂചന. നിങ്ങൾക്കറിയാം, ഇതിനകത്ത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് വേണേൽ വേറെ പുസ്തകമൊക്കെ കൊണ്ടുവരായിരുന്നു. വേണേൽ അച്ഛൻ്റെ ക്ലാസ് അത്ര ബോറാണായിരുന്നു വായിക്കാനായിട്ട് വേറെ ഏതെങ്കിലും പുസ്തകം കൊണ്ടുവരായിരുന്നു. പക്ഷെ നിങ്ങൾ കൊണ്ടുവന്നില്ല. നിങ്ങൾക്ക് വചനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിപത്തി അത്രയേറെ ഉണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ വചനം കെട്ടിപ്പിടിച്ചുകൊണ്ടാവുന്നു. അങ്ങനെ ഈ 3 അടിസ്ഥാന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, തുടർന്നുള്ള ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടാവും എന്നർത്ഥം. ഇനി ഇത്രയും കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആഴപ്പെട്ട ഒരു ആധ്യാത്മിക ജീവിതത്തിലേക്ക് നമ്മൾ ഇനിയുള്ള അരമണിക്കൂർ, കഷ്ടിച്ചുള്ള അരമണിക്കൂർ നമ്മൾ പ്രവേശിക്കുകയാണ്. മോസ്റ്റ് വെൽക്കം. നിങ്ങളും കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കാനായിട്ടൊരു ഗൈഡൻസ് കൊടുത്താൽ കുറച്ചുങ്ങളെ നോക്കുന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെയാണ് കൂടെ ഇരിക്കുന്നതെങ്കിൽ അവിടെ ഇരുന്ന്. ചാൾസ് അടുത്തത് ഈ ക്ലാസ്സിന്റെ പ്രത്യേകത, ഈ ധ്യാനത്തിന്റെ അടുത്ത ഒരു പ്രത്യേകതയും കൂടെ പറഞ്ഞിട്ടേ എനിക്ക് ക്ലാസ്സിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഈ ക്ലാസ്സിൽ നമ്മൾ അനേകം വിശുദ്ധ ആത്മാക്കളെ കുറിച്ച് കാണും. വിശുദ്ധരുടെ ജീവിതം. ഞാൻ എൻ്റെ സാക്ഷ്യങ്ങളോ വേറെ ആരുടെയും സാക്ഷ്യങ്ങളോ ഒന്നും പറയില്ല. അത് കേൾക്കേണ്ട കാര്യമില്ലാതെ നിങ്ങളെ മാനസാന്തരപ്പെടുത്താൻ പോകുന്നുമില്ല. വിശുദ്ധരുടെ സാക്ഷ്യങ്ങൾ ഞാൻ അനേകം പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഞാൻ ഏത് വിശുദ്ധനെ കുറിച്ച് പറയുന്നോ അപ്പോൾ ആ വിശുദ്ധനോട് ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ഇത്രയും പേര് ഒരു വിശുദ്ധനോട്, ഇപ്പോൾ ഡൊമിനിക് സാവിയെ കുറിച്ച് പറയാണ്, നിങ്ങൾ ഇത്രയും പേര് ഡൊമിനിക് സാവിയോട് ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഡൊമിനിക് സാവിയോ പ്രാർത്ഥന കേട്ട് ഈശോയോട് പറയുകയും ഡൊമിനിക് സാവിയോ നിങ്ങൾക്ക് ആ കൃപ മേടിച്ചു തരികയും ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ ഈ 2 ദിവസത്തെ ധ്യാനം നമ്മൾ വിശുദ്ധരുടെ കൂട്ടായ്മയിലാണ് നിർവഹിക്കാൻ പോകുന്നത്. ആകയാൽ വിശുദ്ധർ നിങ്ങൾക്ക് വേണ്ടി അനേക കൃപകൾ ചൊരിയും. ഈ ധ്യാനത്തിൽ നിങ്ങളത് അനുഭവിക്കാൻ പോവുകയാണ്. ചാൾസ് എന്നായിരുന്നു ആ ചെറുപ്പക്കാരന്റെ പേര്. അതിബുദ്ധിമാനായിരുന്നു ചാൾസ്. ചാൾസിന്റെ ചെറുപ്പത്തിൽ തന്നെ അപ്പനും അമ്മയും മരിച്ചു. ഇഷ്ടംപോലെ സമ്പത്ത് തന്റെ പേരിൽ കിട്ടി. ചാൾസ് ഈ സമ്പത്തുമായി തൂർത്തടിച്ച് സുഖജീവിതം നയിച്ചു. ഒരു പെൺകുട്ടിയെയും കൂട്ടിന് കിട്ടി. അതിബുദ്ധിമാനായ ചാൾസ് ഭൗമശാസ്ത്രത്തിൽ ഫ്രഞ്ച് ഗവൺമെന്റ് ഗോൾഡൻ മെഡൽ സമ്മാനിച്ച, അത്രയ്ക്കും അവാർഡ് കിട്ടിയ മനുഷ്യനാണ്. ഈ ബുദ്ധിമാനാണ് അദ്ദേഹം. അൾജീരിയയിലൂടെയുള്ള ഭൗമശാസ്ത്ര പഠനത്തിന് അദ്ദേഹത്തിന് ഗോൾഡൻ മെഡൽ ഫ്രഞ്ച് ഗവൺമെന്റ് സമ്മാനിച്ചതാണ്. വിവാഹം കഴിക്കാതെ ഒരു പെൺകുട്ടിയെ കൂട്ടിനായി അവർ ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചു. പിന്നെ പട്ടാളത്തിൽ ചേർന്നു. അക്കാലത്തെ ഫ്രഞ്ച് ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് തോന്നിവാസിയായി ജീവിക്കാൻ അനുവാദമില്ലായിരുന്നു. അന്ന് ക്രിസ്ത്യൻ കൺട്രി ആയിരുന്നു. അതുകൊണ്ട് പട്ടാളത്തിൽ നിന്ന് പുറത്താക്കി. പാരീസ് നഗരത്തിൽ വന്നു. അന്ന് 60,000 ഫ്രഞ്ച് ഫ്രാങ്ക് ഒരു ദിവസം എന്ന നിലയിൽ അദ്ദേഹം ചെലവാക്കുമായിരുന്നു സുഖജീവിതത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓർത്തു നോക്കണം,
എന്തൊരു ലൈഫായിരുന്നു എന്ന്. അങ്ങനെ ജീവിതത്തിൻ്റെ അസ്വസ്ഥത കൊണ്ട് ഒരിക്കൽ അദ്ദേഹം മടുത്തു. ജീവിതം, ഈ ലോക ജീവിതത്തിന് അർത്ഥമില്ല എന്ന് ചാൾസിന് തോന്നാൻ തുടങ്ങി. ജീവിതം മടുത്തു. അങ്ങനെ പാരീസ് നഗരത്തിൽ സെന്റ് അഗസ്റ്റിൻ ദേവാലയത്തിൽ അദ്ദേഹം ചെന്നു. സെന്റ് അഗസ്റ്റിൻ ദേവാലയത്തിൽ ചെന്ന് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, നീ ഉണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെടുത്തി തരണേ, നീ ഉണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെടുത്തി തരണേ. ഒരു സ്വരം കേട്ടു: കുമ്പസാരവേദിയിലേക്ക് ചെല്ലാം. അവൻ ചെന്ന് കുമ്പസാരവേദിയിലെത്തി. അവന്റെ ജീവിതം മുഴുവൻ വൈദികനോട് പറഞ്ഞു. അവസാനം അവൻ മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ട ചാൾസ് പിന്നീട് ഒരു മഠത്തിൽ ചെന്നു. മഠത്തിൽ ചെന്നിട്ട് മദറിനോട് ചോദിച്ചു: മദറെ, എനിക്കിവിടെ ഒരു ജോലി തരാമോ? ഇങ്ങോട്ട് നിങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി പ്ലീസ്. നിങ്ങളുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എന്നെ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട്. പിന്നീട് വേണമെങ്കിൽ അവരെ കാണാനായിട്ട് 5 മിനിറ്റ് ഇൻ്റർവ്യൂവിൽ ഞാൻ അവരെ ഇവിടെ നിർത്തിത്തരാം. ഇപ്പോൾ അവരിവിടെ തന്നെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് മദറെ, എനിക്ക് ശമ്പളമൊന്നും വേണ്ട. ഞാനിവിടെ പൂച്ചെടി നട്ടോളാം, ലെറ്റർ പോസ്റ്റ് ചെയ്തോളാം. ബാക്കി സമയം മുഴുവൻ ദിവ്യകാരുടെ സന്നിധിയിലിരിക്കാൻ എന്നേക്ക് സമയം തന്നാൽ മതി. ഞാനിവിടെ ഇരുന്നോളാം, പ്രാർത്ഥിച്ചോളാം. ആകെ 2 ബ്രെഡ് തന്നാൽ മതി ഒരു ദിവസം. മദറിന് സന്തോഷമായി. കൂലി കിട്ടാതെ ഒരാളെ പണിക്കിയിട്ട് ആദ്യമായിട്ട്. അപ്പോൾ അങ്ങനെ നിന്നു. ഈ മനുഷ്യൻ പറമ്പിൽ പോയി ചാണകമെടുത്തു. ഈ ഇത്ര ധനാഢ്യനായി ജീവിച്ച മനുഷ്യനാണെന്ന് ഓർക്കണം. ഇങ്ങനെ പരിഹാര ജീവിതം നയിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മദർ ചോദിച്ചു: ചാൾസ്, നീ ആരാണ്? നിന്നിൽ എന്തോ ഒരു വിശിഷ്ടമായ ആത്മീയത കാണുന്നുണ്ടല്ലോ. അപ്പോൾ ചാൾസ് തൻ്റെ ജീവിതമൊക്കെ പറഞ്ഞു. അപ്പോൾ ചാൾസിനോട് മദർ പറഞ്ഞു: ചാൾസ്, നീ ഒരു വൈദികനാകണം. അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അപ്പോൾ മദർ പറഞ്ഞു: നീ ഒരു വൈദികനായാൽ ലോകത്ത് അനുദിനം ഒരു വിശുദ്ധ കുർബാന അർപ്പണം കൂടെ കൂടുമെന്ന് നീ അറിയണം. ഇത് അയാളെക്കുറിച്ച് ചിന്തിച്ചു. ക്രമേണ അയാൾ ജീവിതത്തിൻ്റെ എല്ലാ പാപബന്ധങ്ങളും ഉപേക്ഷിച്ച് നന്മയിൽ സ്ഥിരപ്പെട്ട് വൈദികനായി. പിന്നീട് അയാൾ അൾജീരിയയിലേക്ക് മിഷനറിയായി യാത്രയായി. അവിടെ ചെന്ന് അടിമകളായ നീഗ്രോകളുടെ മുടി വെട്ടിക്കൊടുത്തും തലയിൽ പേൻപെറുക്കിക്കൊടുത്തും വസ്ത്രങ്ങൾ അലക്കിക്കൊടുത്തും ശുശ്രൂഷ ചെയ്ത് ദിവ്യകാരുണ്യ ആരാധന നടത്തിക്കൊണ്ടിരുന്നു. സമയം മുഴുവൻ ദിവ്യകാരുണ്യ ആരാധന. കുറേ പേര് മുസ്ലിം, അന്ന് ഇസ്ലാം രാജ്യമാണ് നമുക്കറിയാം അൾജീരിയ. കുറേ പേര് മാനസാന്തരപ്പെട്ടു. തീവ്രവാദികൾ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. അങ്ങനെ ചാൾസ് വിശുദ്ധ രക്തസാക്ഷിയായി തീർന്നു. അദ്ദേഹമാണ് വിശുദ്ധ ചാൾസ് ഡി ഫുക്കോൾഡ് എന്നറിയപ്പെടുന്ന വിശുദ്ധ ചാൾസ് ഡി ഫുക്കോൾഡ്. നിങ്ങൾ ലൈഫ് ഹിസ്റ്ററി വായിച്ചു നോക്കിയിട്ട് അദ്ദേഹം പറയുന്നു: ദൈവമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞ നിമിഷം മുതൽ ദൈവത്തിൻ്റേതു മാത്രമായി തീർന്നു. ഇതാണ് വിശ്വാസം, പ്രിയപ്പെട്ടവരെ. നമുക്ക് ഈശോ ജീവിക്കുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ ഞാൻ ഈശോയുടേതു മാത്രമായി തീർന്നു. എന്നെ ഇനി നിയന്ത്രിക്കുന്നത് അവനാണ്. എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് അവനാണ്. എന്നെ സ്നേഹിക്കുന്നത് അവനാണ്. ഞാൻ ഇനി ജീവിക്കുന്നത് അവന് വേണ്ടിയാണ്. എപ്പോൾ നിന്റെ ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ഈശോയെ നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായി സ്വീകരിക്കുന്നുവോ, അപ്പോൾ മാത്രമാണ് ആധ്യാത്മികത ആരംഭിക്കുന്നത്. ഇപ്പോൾ നീ പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കും, അത് ആത്മീയത എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നീ കൊന്ത ചെല്ലുന്നുണ്ടാകും, അത് ആത്മീയത എന്ന് പറയാൻ പറ്റുന്നില്ല. നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയോ മതാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയോ നീ ചെയ്യുന്ന ആചാരാനുഷ്ഠാനങ്ങളല്ല ആത്മീയത എന്ന് പറയുന്നത്. അത് മതാത്മകതയാണ്, റിലീജിയോസിറ്റിയാണ്.
റിലീജിയോസിറ്റിയിൽ നിന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക് നീ വരേണ്ടതുണ്ട്. ഹല്ലേലൂയ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നീ നിന്റെ ദൈവത്തെ കണ്ടുമുട്ടുകയും ദൈവം നിന്റെ സ്നേഹവിഷയമായി മാറുകയും നീ ദൈവത്തെ നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായി സ്വീകരിച്ച് ജീവിതം ദൈവമഹത്വത്തിന് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവവുമായുള്ള ഹൃദയബന്ധം നിനക്കുണ്ടാവും. ഈ ബന്ധത്തെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ദൈവവുമായി നീ എത്തിച്ചേരുന്ന സ്നേഹബന്ധമാണ് സ്പിരിച്വൽ ലൈഫ്. ആധ്യാത്മിക ജീവിതം എന്നാൽ റിലീജിയോസിറ്റിയുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ കർമ്മങ്ങളുടെ കുറെ കാര്യനിർവഹണമല്ല. നിന്റെ ദൈവത്തെ നീ ഹൃദയത്തിൽ കൊണ്ടു നടന്ന് നീ നിന്റെ ദൈവത്തിൻ്റെതായി തീരുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ആത്മീയത. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊണ്ടു നടക്കുന്ന റിലീജിയോസിറ്റി യഥാർത്ഥത്തിൽ എന്തിലേക്ക് നയിക്കണം? സ്പിരിച്വാലിറ്റിയിലേക്ക് നയിക്കണം. റിലീജിയോസിറ്റി സ്പിരിച്വാലിറ്റിയിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ റിലീജിയോസിറ്റി ജീവനില്ലാത്ത പുറന്തോട് മാത്രമായി തീരും. മതാത്മക ജീവിതം യഥാർത്ഥ ആത്മീയതയില്ലാത്ത പുറന്തോടായി ഇനിയുള്ള നാളുകളിൽ അവശേഷിക്കും. അപ്പോൾ ഹൃദയത്തിൽ യഥാർത്ഥ റിലീജിയോസിറ്റി ഉണ്ടെങ്കിൽ അതെന്തിലേക്ക് നയിച്ചിരിക്കും? ആധ്യാത്മികതയിലേക്ക്, സ്പിരിച്വാലിറ്റിയിലേക്ക് നയിക്കും. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സ്നേഹബന്ധമാണ്. ഈശോയുമായുള്ള സ്നേഹബന്ധമാണ് സ്പിരിച്വൽ ലൈഫ്. ഹല്ലേലൂയ. ഇത്രയും നാളും നീ വിചാരിച്ചത് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ കുറെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുന്നതാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ പെരുന്നാളിന് ചണ്ടമേളത്തിൽ പങ്കെടുക്കുന്നതാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താലപ്പൊലി പിടിക്കുന്നതാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അമ്പെഴുന്നള്ളിക്കുന്നതാണ്. ഇതെല്ലാം സ്പിരിച്വാലിറ്റി അല്ല, ഇതെല്ലാം റിലീജിയോസിറ്റിയാണ്. റിലീജിയോസിറ്റിയിൽ നിന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു വ്യക്തി വളരണം. ഇനിയുള്ള കാലഘട്ടത്തിൽ സ്പിരിച്വാലിറ്റിയുടെ കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ റിലീജിയോസിറ്റി കൊണ്ട് ഇനി നിങ്ങളുടെ മക്കൾ തൃപ്തിപ്പെടാൻ പോകുന്നില്ല. നിങ്ങളുടെ മക്കളോട് ഇനി റിലീജിയോസിറ്റി പകർന്നു കൊടുക്കാം എന്ന് വിചാരിച്ചാൽ അവർ ചോദിക്കും, എന്തിനാ പപ്പ ഈ പള്ളിയിൽ പോകുന്നത്? എന്തിനാ? റിലീജിയോസിറ്റി മീനിങ് ഫുൾ ആകണമെങ്കിൽ യഥാർത്ഥ ബന്ധത്തിലേക്ക്, സ്നേഹബന്ധത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ട് നിങ്ങളുടെ മക്കളോടത് പറഞ്ഞു കൊടുക്കണം. ഇതാണ് നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ക്രൈസിസ്. ഇപ്പോൾ നിങ്ങൾ സംവേദം ചെയ്യപ്പെട്ടു കൊടുക്കുന്നത്, പകർന്നു കൊടുക്കുന്നത് റിലീജിയോസിറ്റിയാണ്, സ്പിരിച്വാലിറ്റി അല്ല. സ്പിരിച്വാലിറ്റി പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം എനിക്ക് സ്പിരിച്വാലിറ്റി ഉണ്ടാകണം. അത് സ്നേഹത്തിൽ നിന്നുദിക്കുന്നതാണ്. എന്നിട്ട് ഞാൻ ആ സ്നേഹ കൂട്ടായ്മയിൽ മക്കളെ ഈശോയുമായി ഒന്നായി ജീവിക്കാൻ പഠിപ്പിക്കുന്നു. ഇതാണ് സ്പിരിച്വൽ ലൈഫ്. ഹല്ലേലൂയ. ഇതിലേക്ക് ഞാൻ വളരണം. ഇതാണ് നമ്മൾ ഈ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ഇന്ന് കുർബാനയുടെ സമയത്ത് സുവിശേഷം വായിച്ചായിരുന്നു. ഞാൻ മറന്നുപോയി. വായിച്ചോ? എന്തായിരുന്നു ഈ അച്ഛനെ കൊള്ളാമല്ലാതാ ഈ ചേച്ചി വിചാരിക്കുന്നത്. ഓക്കെ, കൊള്ളാം. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വികാരിയായിട്ട് വന്നോളാം. നോക്കിയിരിക്കും പള്ളിയിട്ട്. അപ്പോൾ എന്താ ഇന്ന് സുവിശേഷം വായിച്ചതായിരുന്നു? ഈശോ പത്രോസിനോട് യോഹന്നാന്റെ പുത്രനായ ശിമയോനെ 3 പ്രാവശ്യം ചോദിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നു എന്നാണോ ചോദിച്ചേ? നീ ഇത് ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നാ ചോദിച്ചത് അല്ലേ? എന്താ അതിന്റെ അർത്ഥം? യഥാർത്ഥ സ്പിരിച്വാലിറ്റിയിലേക്ക് നീ എത്തിയോന്നാണ് ചുരുക്കത്തിൽ. നമുക്ക് അതിന്റെ അർത്ഥം ഒന്ന് കാണാൻ പെട്ടെന്ന്. പത്രോസേ, നിന്റെ അടുക്കൽ തോമ ഇരിപ്പുണ്ട്,
നിന്റെ അടുക്കൽ യോഹന്നാൻ ഇരിപ്പുണ്ട്, നിന്റെ അടുക്കൽ യാക്കോബ് ഇരിപ്പുണ്ട്, നിന്റെ അടുക്കൽ ഫിലിപ്പോസ് ഇരിപ്പുണ്ട്, നിന്റെ അടുക്കൽ ബർത്തലോമിയ ഇരിപ്പുണ്ട്, നിന്റെ അടുക്കൽ തദേവൂസ് ഇരിപ്പുണ്ട്. ഇവരൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതായത് ഇവരൊക്കെ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നീ ഇനി എന്നെ സ്നേഹിക്കണം. കാരണം എന്താ? അവരാരും എന്നെ തള്ളി പറഞ്ഞില്ല, നീയാണ് എന്നെ തള്ളി പറഞ്ഞത്. അതുകൊണ്ട് ഇനി എന്നെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ അവർ സ്നേഹിക്കുന്ന അളവിൽ ഇനി എന്നെ സ്നേഹിച്ചാൽ പോരാ. അവർ സ്നേഹിക്കാത്ത അളവിൽ, ആരും സ്നേഹിക്കാത്ത അളവിൽ ഞാൻ ഈശോയെ സ്നേഹിച്ചു തുടങ്ങണം. കാരണം ഞാൻ അവനെ തള്ളിപ്പറഞ്ഞു. മാത്രമല്ല പത്രോസേ, ഇവരെ ആരെയും ഞാൻ തലവനാക്കാൻ നിശ്ചയിച്ചിട്ടില്ല. തലവനാക്കാൻ പോകുന്നത് നിന്നെയാണ്. അതുകൊണ്ട് ഇനി ഇവർ സ്നേഹിക്കുന്ന സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചാൽ പോരത്. മറ്റാരും സ്നേഹിക്കാത്ത സ്നേഹത്താൽ എനിക്കെന്റെ ഈശോയെ സ്നേഹിക്കണമെന്ന് എപ്പോൾ നീ നിശ്ചയിക്കുന്നുവോ അപ്പോഴാണ് യഥാർത്ഥ ആത്മീയതയുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ നീ അങ്ങനെ സ്നേഹിച്ചോ ഈശോയെ? ഇതുവരെയും ഞാൻ അങ്ങനെ സ്നേഹിച്ചു എന്ന് പറയാനുള്ള ധൈര്യമുള്ളവരൊന്ന് കര ഉയർത്താം. ഒരു നുണയും കൂടെ പറയേണ്ട, നാളെ കുമ്പസാരമില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ. ആരും മറ്റാരും സ്നേഹിക്കാത്ത അളവിൽ എനിക്ക് എൻ്റെ ഈശോയെ സ്നേഹിക്കണമെന്ന് ഹൃദയത്തിൽ ദൃഢനിശ്ചയം ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ആധ്യാത്മികത നിന്റെ ജീവിതത്തിൽ ആരംഭിക്കുന്നത്. അല്ലാത്ത ഒരു സ്നേഹം കൊണ്ടും ഈശോയെ തൃപ്തിപ്പെടുത്താൻ നിനക്ക് പറ്റില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീൻ, ഞാൻ നേരത്തെ ചാൾസ് ഡി ഫുക്കോൾട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചാൾസ് ഡി ഫുക്കോൾട്ടിനോട് പ്രാർത്ഥിച്ചവരൊന്ന് കര ഉയർത്താവോ? ഞാൻ പറഞ്ഞത് ഓരോ വിശുദ്ധനോട് പറയുമ്പോൾ പ്രാർത്ഥിക്കണത്. പ്രാർത്ഥിച്ചവരൊന്ന് കര ഉയർത്തിക്കേ. ഇത്രയേ ഉള്ളൂ. പ്രാർത്ഥിക്കാത്തവർ ഇപ്പൊ ഒന്ന് കണ്ണടച്ച്. എന്നിട്ട് ചാൾസ് ഡി ഫുക്കോൾട്ടെ, നിന്നെ ജീവിതത്തിന്റെ കേന്ദ്രമായി ഈശോയെ സ്നേഹിക്കാൻ, നീ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ച്. ഓക്കെ, ഇനി അടുത്തയാളുടെ അടുക്കിലേക്ക് വരികയാണ്. വിശുദ്ധ ഫൗസ്റ്റീന. അപ്പോൾ ഫൗസ്റ്റീനയോട് പ്രാർത്ഥിച്ചു കൊള്ളണം. ഫൗസ്റ്റീന പറയുന്നു, ഈശോയെ സ്നേഹിക്കുന്നതിൽ എന്നെ വെല്ലാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. 100 മീറ്റർ ഓട്ടത്തിൽ അത്ലറ്റ്സ് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒളിമ്പിക്സിലൊക്കെ ഇങ്ങനെ നിൽക്കാണ്, ഓടാനായിട്ട് തയ്യാറായിട്ട്. വെടി പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴേ അവർ ഓടും. ഓരോരുത്തരും നോക്കിയിട്ട് മറ്റുള്ളവർ ഓടുന്ന നോക്കിയിട്ടാണ് നോക്കുന്നത്. അല്ല, ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഞാൻ എത്തുന്നതിന് മുൻപ് ഒരാളെയും എത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഓടുക. ഇതുപോലെ ആത്മീയ ജീവിതത്തിൽ ആരും സ്നേഹിക്കാത്ത വിധത്തിൽ ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കണമെന്ന് ഹൃദയത്തിൽ നീ നിശ്ചയിക്കുമ്പോഴാണ് ഈശോ നിന്റേതായി തീരുന്നത്. അല്ലാത്ത ഒരാത്മാവിനും ഈശോയെ സ്വന്തമാക്കാൻ പറ്റില്ല. ഈശോയെ ആത്മാവ് സ്വന്തമാക്കുന്നതാണ് ആധ്യാത്മികത. അഥവാ ഈശോ ആത്മാവിനെ സ്വന്തമാക്കുന്നതാണ് ആധ്യാത്മികത. അതാണ് സ്നേഹബന്ധം. സ്നേഹബന്ധത്താൽ മാത്രമേ ഒരാൾ മറ്റൊരാളുടേതായി തീരുകയുള്ളൂ. ഭാര്യഭർത്താക്കന്മാരായ നിങ്ങൾക്ക് അത് ഞാൻ പറയാതെ അറിയാം. സ്നേഹത്താലേ ഒരാൾ മറ്റൊരാളുടേതായി തീരുകയുള്ളൂ. ഇതുപോലെ ഈശോയുടേതായി തീരണമെങ്കിൽ സ്നേഹം വർദ്ധിക്കണം. ഈശോയുടേത് മാത്രമായി തീരുക എന്നുള്ളതാണ് ആധ്യാത്മികത. ഇതിലേക്കാണ് ഞാൻ വളരേണ്ടത്. ഹല്ലേലൂയ. അത് തീവ്രമായ സ്നേഹത്താൽ നേടിയെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇനി രണ്ടാമത്തെ തലം, ഇതേ ചോദ്യത്തിന്റെ രണ്ടാമത്തെ അർത്ഥം, പത്രോസേ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ആ ചോദ്യത്തിന്റെ രണ്ടാമതൊരർത്ഥമുണ്ട്. പത്രോസേ, നിനക്ക് നിന്റെ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരൻ എല്ലാവരും വളരെ വലുതും വിലപ്പെട്ടവരുമാണ്. അവരെ കൂട്ടിയാണ് നീ ഇപ്പോൾ മീൻ പിടിക്കാനായിട്ട് പോയത്. നീ എന്നെ പ്രതിയാണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച വലയും വള്ളവും മീൻപിടുത്തവും ഇപ്പോൾ തേടി രണ്ടാമത് മീൻ പിടിക്കാൻ പോയതാണ്.
അപ്പോൾ നിന്റെ ഹൃദയത്തിൽ അനേക ഇഷ്ട വിഷയങ്ങളുണ്ട്, നിന്റെ ഹൃദയത്തിൽ അനേക സ്നേഹ വിഷയങ്ങളുണ്ട്. ഈ സ്നേഹ വിഷയങ്ങളുടെ പുറകെ നീ നടക്കുന്നിടത്തോളം കാലം ഹൃദയത്തിൽ എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതായി തീരും. കാരണം കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് പോലെ സ്നേഹ വിഷയങ്ങൾ ഇരിപ്പിടം കണ്ടെത്തുന്നത് പുറമേ അല്ല, ഹൃദയത്തിലും. ശരിയല്ലേ? നീ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ സ്നേഹിച്ചാൽ ആ വ്യക്തി അകലെ ഇന്ത്യയിലാണെങ്കിൽ പോലും നിന്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങും. സ്നേഹ വിഷയം ഉള്ളിൽ കയറിയിരിക്കും. അതുകൊണ്ട് ഈശോ പത്രോസിനോട് ചോദിക്കട്ടെ, പത്രോസേ, നിന്റെ ഉള്ളിൽ ഇപ്പോൾ കൂട്ടുകാരുണ്ട്, നിന്റെ ഉള്ളിൽ ഇപ്പോൾ വലയും വഞ്ചിയുമുണ്ട്, അതിനേക്കാൾ അധികമായി എനിക്ക് നിന്റെ ഹൃദയത്തിൽ ഒരു പ്ലേസ് ഉണ്ടോ? നിനക്ക് ഏറ്റവും വിലപ്പെട്ടവൻ ഞാനായി നീ മാറിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സ്നേഹത്തിന്റെ കുറവുണ്ട്. സ്നേഹത്തിന്റെ കുറവുള്ള ഹൃദയത്തിൽ ഞാൻ വസിക്കാൻ വരില്ല മകനെ. സ്നേഹത്തിന്റെ കുറവുള്ള ഹൃദയത്തിൽ ഞാൻ പ്രീതിപ്പെടില്ല. ആകയാൽ സ്നേഹമാണ് പ്രീതിപ്പെടുത്തുന്ന കാര്യം. ഈശോയെ നീ ഇതുപോലെ സ്നേഹിച്ചാൽ മാത്രമാണ് ഞാൻ ഈശോ എന്നിൽ പ്രീതിപ്പെടുന്നതും ഞാൻ ഈശോയുടേതായി മാറുന്നതും. അപ്പോൾ മറ്റാരെയും ഞാൻ സ്നേഹിക്കാത്ത അളവിൽ ഇനി എനിക്ക് എൻ്റെ ഈശോയെ സ്നേഹിക്കണം. ഞാൻ സമ്പത്തിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, ഞാൻ വ്യക്തിബന്ധങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, ഞാൻ എൻ്റെ ജോലിയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കേണ്ടത് ഈശോയെയാണ്. ഈ സ്നേഹത്തിലേക്ക് നീ വരുമ്പോൾ മാത്രമേ മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നിനക്കിഷ്ടമില്ലാത്തിടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ വിശ്വാസത്തിൽ നീ ഉറപ്പിക്കപ്പെടുകയുള്ളൂ. സ്നേഹിച്ചാൽ മാത്രമേ രക്തസാക്ഷിത്വത്തിന്റെ പീഡനങ്ങളുടെ നാളുകളിൽ പിടിച്ചു നിൽക്കാൻ കൃപ കിട്ടുകയുള്ളൂ. ആകയാൽ സ്നേഹമാണ് ധീരത നൽകുന്നത്, സ്നേഹമാണ് സമർപ്പണത്തിന്റെ ധൈര്യം നൽകുന്നത്. ഇതാണ് നിന്റെ ജീവിതത്തിന്റെ ആത്മീയതയിലേക്ക് നീ എത്തേണ്ടത്. ആകയാൽ ആരെയും സ്നേഹിക്കാത്ത അളവിൽ എനിക്ക് ഈശോയെ സ്നേഹിക്കണം, ആരും സ്നേഹിക്കാത്ത അളവിൽ ഈശോയെ എനിക്ക് സ്നേഹിക്കണം. ഇതാണ് വിശുദ്ധ ഫൗസ്റ്റീന എടുത്ത തീരുമാനം. ഫൗസ്റ്റീനയോട് പ്രാർത്ഥിച്ചേക്കുക. ഇപ്പോൾ ഉള്ളിൽ വിശുദ്ധ മദർ തെരേസ പറയുന്നൊരു നല്ല കൊട്ടേഷനാണ് മദർ തെരേസയുടേത്. ജന്മം കൊണ്ട് ഞാൻ അൽബേനിയക്കാരിയാണ്, പൗരത്വത്താൽ ഞാൻ ഇന്ത്യക്കാരിയാണ്, ശുശ്രൂഷയാൽ ഞാൻ മുഴുവൻ ലോകത്തിൻ്റെതുമാണ്, വിശ്വാസത്താൽ ഞാൻ കത്തോലിക്ക കന്യാസ്ത്രീയാണ്, എന്നാൽ എൻ്റെ ഹൃദയം ഈശോയുടേത് മാത്രമാണ്. മദർ തെരേസയുടെ വാക്കുകൾ എഴുതിയെടുത്തോ എന്നുള്ള രീതിയിലായിരിക്കണം. അച്ഛൻ ഇതിനെ കുറച്ചുകൂടെ സ്പീഡിൽ പറഞ്ഞാൽ ഞങ്ങൾ എഴുതിയെടുത്തോളാം എന്നുള്ള രീതിയിലായിരിക്കണം. ജന്മം കൊണ്ട് ഞാൻ അൽബേനിയക്കാരിയാണ്. ജന്മം ഓർത്തിരുന്നാൽ മതി, പിന്നെ നിങ്ങൾക്ക് പൂരിപ്പിക്കാവുന്നുണ്ട്. ജന്മം കൊണ്ട് അൽബേനിയക്കാരി, പൗരത്വം ഇന്ത്യക്കാരി, ശുശ്രൂഷയാൽ മുഴുവൻ ലോകത്തിന്റെ, വിശ്വാസത്താൽ കത്തോലിക്ക കന്യാസ്ത്രീ, എന്നാൽ എൻ്റെ ഹൃദയം ഈശോയുടേത് മാത്രമാണ്. ഈശോയുടേത് മാത്രമായി തീരുന്നതാണ് നിന്റെ ആത്മീയത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഹെലൻ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. അവൾ ഒരിക്കൽ ഡാൻസ് ഹാളിലെത്തിയതാണ്. ഡാൻസ് ഹാളിലെത്തിയ ഹെലൻ ഇങ്ങനെ ഒരു സ്വരം കേട്ടു. ഹെലൻ, നീ എത്ര നാൾ എൻ്റെ വിളി അവഗണിക്കും? ഹെലൻ കണ്ണുകളടച്ചപ്പോൾ ഇതാ തിരുമുറിവാർന്ന ഈശോയുടെ മുൾക്കിരീടം ചൂടിയ ഈശോയുടെ രൂപം. അവൾ ഡാൻസ് ഹാളിൽ നിന്ന് പുറത്തിറങ്ങി, ഈശോയെ ഇതാ ഞാൻ വരുന്നു. അവൾ എന്നേക്കുമായി ഡാൻസ് ഹാളിനോട് വിട പറഞ്ഞ് അവൾ ഒരു കന്യകാലയത്തിൽ ചെന്നു. പ്രവേശിക്കാൻ അനുവാദം ചോദിച്ചു. പത്രമേനിയുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, പാവപ്പെട്ട വീട്ടിലെ പത്രമേനി ഇല്ലാതെ എടുക്കില്ല.
അവൾ പത്രമേനി എന്ന് പറയാൻ പണം കൊടുക്കാനുള്ള ഓഹരി, ഓക്കെ, മഠത്തിൽ ചേരുമ്പോൾ കൊടുക്കാനുള്ള സ്വത്തിന്റെ ഓഹരി, വിഹിതത്തിന്റെ ഓഹരിയാണ് പത്രമേനി എന്ന് പറയുന്നത്. പത്രം കീറി കൊടുക്കുന്നതല്ല. ചിലർ വിചാരിച്ചു പത്രമേനി എന്ന് പറയുന്നത് മനോരമ പത്രത്തിന്റെ പകുതി കീറി കൊടുക്കുന്നതാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല. അവൾ ചെന്ന് 2 കൊല്ലക്കാലം ഒരു വീട്ടിൽ വേലയ്ക്ക് നിന്ന് കിട്ടിയ തുക കൊണ്ടുവന്ന് മഠത്തിൽ കൊടുത്ത് മഠത്തിൽ ചേർന്ന് കന്യാസ്ത്രീയായി. അവളാണ് കത്തോലിക്ക തിരുസഭയിൽ ഇന്ന് നിൽക്കുന്ന വിശുദ്ധയായ വിശുദ്ധ ഫൗസ്റ്റീന. ഇപ്പോൾ ഞാൻ പറഞ്ഞ വിശുദ്ധ ഫൗസ്റ്റീന, വിശുദ്ധ ഫൗസ്റ്റീന ജീവിതത്തിൽ അതാണ്. ഒരിക്കൽ ഈശോയെ കണ്ടു, പിന്നെ തീരുമാനിച്ചു ഈശോയ്ക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ആധ്യാത്മികത എന്നത് വില കൊടുത്തു നിങ്ങൾ വാങ്ങേണ്ടതാണ്. ഈശോയെ നിങ്ങൾ വില കൊടുത്തു വാങ്ങണം. എൻ്റെ ജീവിതം സമർപ്പിക്കണം ഈശോയ്ക്ക് വേണ്ടി. അതിലാണ് ഈശോ നിന്റെ സ്വന്തമായി തീരുന്നത്. അവിടെയാണ് സ്നേഹം ഉണ്ടാവുന്നത്. സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ വില കൊടുക്കും. സ്നേഹം വർദ്ധിച്ചാൽ നിങ്ങൾ വില കൊടുക്കും, ഇല്ലെങ്കിൽ വില കൊടുക്കില്ല. സ്നേഹം വർദ്ധിക്കുന്നിടത്ത് വില കൊടുക്കും. ഏറെ സ്നേഹമുള്ളത് കൊണ്ട് 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് 5:30 തന്നെ വണ്ടി ഓടിച്ചു എത്തിയവർ. ഏറെ സ്നേഹമില്ലാതിരുന്നത് കൊണ്ട് 7 മണിക്കേറ്റ് 8 മണിക്ക് കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ച് 10 മണി 10:30 എത്തി. ഇതാണ് സ്നേഹം. എല്ലാ തടസ്സങ്ങളെയും മാറ്റി എന്നെ എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കുടുംബത്തിന്റെ ബാധ്യതയും ഓർത്ത് സ്നേഹത്തെ പ്രതി നിർവഹിച്ച് ഈശോയെ സ്നേഹിക്കാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നിടത്താണ് ആത്മീയതയുള്ളത്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മാഗി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. 2 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു, മാഗി. പിന്നെ ഇഷ്ടം പോലെ ജീവിച്ചു. സുന്ദരിയായിരുന്നു മാഗി. ആ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും മാഗിയെ കാമിച്ചു. എന്നാൽ അവളാകട്ടെ ആ നാട്ടിലെ പ്രഭുകുമാരനെ സ്നേഹിച്ചു. അങ്ങനെ പ്രഭുകുമാരനും അവളും കൂടെ ഒരുമിച്ച് 9 കൊല്ലക്കാലം വിവാഹം കഴിക്കാതെ ജീവിച്ചു. ഒരു കുഞ്ഞുമുണ്ടായി. അന്നൊരു ദിവസം പ്രഭുകുമാരൻ നായാട്ടിന് പോയി. 4 ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല. നായാട്ടിന് കൂട്ടിക്കൊണ്ടുപോയ നായ തിരിച്ചെത്തിയിട്ട് മാഗിയുടെ ഉടുപ്പ് കടിച്ചു വലിച്ചുകൊണ്ട് വനത്തിലേക്ക് കൊണ്ടുപോയി. വനത്തിൽ ചെന്നപ്പോൾ ഇതാ കരിയിലകൾ കൊണ്ട് മൂടപ്പെട്ട തന്റെ ഭർത്താവിന്റെ അഴുകി തുടങ്ങിയ ജഡം കുത്തേറ്റ് മരിച്ചതാണ്. ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടു. ആ ജഡത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് മാഗിക്ക് ഈ ലോകത്തിന്റെ വ്യർത്ഥത മനസ്സിലായി. ഈ ലോകം ഇത്രയേ ഉള്ളൂ എന്ന് മാഗി തിരിച്ചറിഞ്ഞു. അവൾ തന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോന്ന വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. അപ്പം പറഞ്ഞു, നീ ഇനി ഇവിടെ കയറണ്ട. രണ്ടാനമ്മയാണ് അവിടെ ഭരണം നടത്തുന്നത്. രണ്ടാനമ്മയും പറഞ്ഞു, ഇറങ്ങിപ്പോയി. വ്യഭിചാരത്തിൽ 9 കൊല്ലം തോന്നിവാസം ജീവിച്ച നീ ഇനിയിപ്പോ ഇങ്ങോട്ട് കയറുന്നു. കൊച്ചിനെയും എടുത്തുകൊണ്ട് അവൾ ഭിക്ഷാടനത്തിന് പോയി. കോർട്ടേണോ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഒരു കൊച്ചുകുടിൽ കെട്ടി പ്രായച്ചിത്തത്തിന്റെ ജീവിതം ആരംഭിച്ചു. രാത്രിയാമങ്ങളിൽ അവൾ വിളിച്ചു പറഞ്ഞു, കോർട്ടീനോ നിവാസികളെ, നിങ്ങളുടെ ഇടയിൽ ഒരു വ്യഭിചാരിണി ജീവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? കല്ലുകളെടുത്ത് തന്നെ എറിഞ്ഞു കൊല്ല്. അവൾ പരിഹാരത്തിന്റെ ജീവിതം നയിച്ചു. തന്റെ മകനെ വിശുദ്ധിയിൽ വളർത്തി സന്യാസാശ്രമത്തിൽ പറഞ്ഞയച്ചു വൈദികനായി. അവളാണ് കത്തോലിക്ക തിരുസഭയിൽ ഇന്ന് നിൽക്കുന്ന കോർട്ടീനോയിലെ വിശുദ്ധ മാർഗരറ്റ് എന്നറിയപ്പെടുന്ന അതിവിശുദ്ധയായ മാർഗരറ്റ്. വിശുദ്ധ മാർഗരറ്റ്. ഹല്ലേലൂയ. ഉപേക്ഷിക്കേണ്ടതിനെ നിർദാക്ഷിണ്യം ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയെ സ്വന്തമാക്കാതെ നിന്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധൻ രൂപപ്പെടില്ല.
ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാതെ, ഈശോയെ സ്വന്തമാക്കാതെ നിന്റെ ജീവിതത്തിൽ ആധ്യാത്മികത രൂപപ്പെടില്ല, ആത്മീയത രൂപപ്പെടില്ല. ഈ അപ്പനും മകനും കൂടെ ഈ നാട് നശിപ്പിക്കുമല്ലോ എന്നാണ് ആളുകൾ പറഞ്ഞു പറഞ്ഞത്. അപ്പൻ തന്നെയോ മകൻ തന്നെയായിരുന്നു കള്ളുകുടിയും ചൂതാട്ടമെങ്കിൽ മനസ്സിലാക്കായിരുന്നു. ഇരുവരും തമ്മിൽ മദ്യപാനം, ചൂതുകളി, തമ്മിത്തല്ല്, അടിപിടി, പോലീസ് കേസ്, നാട് നശിപ്പിക്കുന്നവന്മാർ. ആളുകൾ അങ്ങനെയാണ് അവരെ വിലയിരുത്തിയത്. ഒരു ദിവസം മദ്യപിച്ച് ഇരുന്നപ്പോൾ അപ്പൻ മകനോട് പറഞ്ഞു, എടാ മോനെ, ഈ അപ്പന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അമ്മയുണ്ടല്ലോ, അവൾ ജീവിച്ചിരുന്നപ്പോൾ ഒരു പുണ്യവതിയായിട്ടാണ് ജീവിച്ചത്. ഞാനിങ്ങനെയൊക്കെയാണ്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു കുഞ്ഞില്ലായിരുന്നു. 60ാമത്തെ വയസ്സിലാണ് അവൾക്ക് പ്രാർത്ഥിച്ച് അത്ഭുതകരമായി നിന്നെ കിട്ടിയത്. ഒരു സ്ത്രീക്ക് 60ാമത്തെ വയസ്സിൽ കുഞ്ഞുണ്ടാകുക സ്വാഭാവികമല്ല. ദൈവം തന്ന കുഞ്ഞാണ് നീ. അവൾ മരിക്കുന്നതിന് മുൻപ് എന്നോടൊരു കാര്യം പറഞ്ഞു. നിന്റെ മാർവിൽ ഒരു കുരിശ് പ്രത്യക്ഷപ്പെടുന്നതായും നീ ഒരു സൈന്യത്തെ നയിക്കുന്നതായും അവൾ ദർശനം കണ്ടിട്ടാണ് പോയത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ ആ അപ്പൻ തലകറങ്ങി വീണു. മകൻ അപ്പനെയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും വഴി അപ്പൻ മരിച്ചു. പിന്നെ മകന്റെ ഇഷ്ടം പോലെ ജീവിതം. മദ്യപിക്കാൻ പണമില്ലാത്തത് കൊണ്ട് ഭിക്ഷാടനം നടത്തി മദ്യപിച്ചും മോഷ്ടിച്ചും മദ്യപിച്ചും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പോലീസ് പലവട്ടം അവനെ കേസെടുത്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു സന്യാസ വൈദികൻ അവനെ കണ്ടപ്പോൾ ആകർഷകനായി അവനോട് പറഞ്ഞു, വാ, ഞാനൊരു ജോലി തരാം. അവനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ജോലിക്ക് നിർത്തി. അവനോട് അവിടെ നിൽക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ചാടി. പിന്നെയും പ്രശ്നം. ഈ സന്യാസ വൈദികൻ പിന്നെയും ഇയാളുടെ പുറകെ പോയി കണ്ടെത്തി വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ അവൻ രോഗികളെ ശുശ്രൂഷിച്ചും വരാന്തയടിച്ചും അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ശുശ്രൂഷ ചെയ്തു. മാനസാന്തരത്തിന്റെ ജീവിതം നയിച്ചു. പുണ്യപ്പെട്ട സന്യാസ സഭ തുടങ്ങിയവൻ. അവനാണ് കത്തോലിക്ക തിരുസഭയിൽ ഇന്ന് അറിയപ്പെടുന്ന വിശുദ്ധ, ആർക്കും പറയുന്നവർക്കൊരു സമ്മാനം, ആരും പറയാവുന്നതുകൊണ്ട് ആ സമ്മാനം തരാമെന്ന്. വിശുദ്ധ കമില്ലസ് എന്നറിയും. കമില്ലസ് കേട്ടിട്ടുണ്ടോ? വിശുദ്ധ കമില്ലസ് എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ. നിന്റെ ജീവിതത്തിൽ എന്നൊക്കെ നിന്റെ ജീവിതത്തിന്റെ അഴുക്കുചാലുകളെ സ്നേഹിക്കുന്നുവോ, നിനക്കൊരു വിശുദ്ധനെ രൂപപ്പെടുത്താനാവില്ല. അഴുക്കുചാലിൽ നിന്ന് നീ തിരിച്ചു നടന്നേ പറ്റൂ. നിന്നെ സുഖപ്പെടുത്തുന്നു എന്ന് കരുതുന്നവയും നിനക്ക് വിലപ്പെട്ടത് എന്ന് കരുതുന്നവയും നിന്നെ സുഖിപ്പിക്കുന്നു എന്ന് കരുതുന്നവയും അവന്റെ മുൻപിൽ ഉപേക്ഷിച്ചിട്ട് അവനോടുള്ള സ്നേഹത്തെ പ്രതി ഇതാ ഇന്നു മുതൽ ഞാൻ ജീവിക്കും എന്ന് തീരുമാനിക്കുന്നിടത്തു നിന്നാണ് നിന്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധൻ ഉണ്ടാകാൻ തുടങ്ങുന്നത്. അല്ലാതെ ആചാരാനുഷ്ഠാനങ്ങളുടെ കർമ്മവിധികൾ കൊണ്ട് പ്രീതിപ്പെടുത്തി നിനക്ക് ആത്മീയതയിൽ ഈശോയെ തൃപ്തിപ്പെടുത്താമെന്ന് വിചാരിക്കരുത്. ഇതല്ല ക്രിസ്തീയത. ക്രിസ്തീയത എന്നത് നിന്റെ ജീവിതത്തിന്റെ സ്നേഹത്താൽ നീ നടത്തേണ്ട സമർപ്പണത്തിൽ നിന്ന് നീ നേടിയെടുക്കേണ്ടതാണ്. ഇതാണ് വിശുദ്ധർ നിന്നെ പഠിപ്പിക്കുന്നത്. വലിയ പട്ടാളക്കാരനായി സൈന്യത്തിൽ ചേർന്ന് മാടമ്പി സ്ഥാനവും കരസ്ഥമാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഫ്രഞ്ചുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ സ്പെയിനിൽ നിന്നെത്തി. യുദ്ധത്തിൽ പരിക്ക് പറ്റിയ അവൻ ഹോസ്പിറ്റലിലായി. ഓരോ 13 അംഗങ്ങളുള്ള വീട്ടിൽ ഓരോ അംഗത്തിനും 80,000 ഏക്കർ കൃഷിസ്ഥലത്തേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്ന ഭവനമാണ്. അത്രയും ധനാഢ്യമായ ഭവനം. ആ മുറിപ്പാടുകൾ, കാലിനെ ഓപ്പറേഷൻ ചെയ്ത് സക്സസ് ആയില്ല. ആ ദിവസങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവീക ജ്ഞാനം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവൻ മാനസാന്തരപ്പെട്ടു. അവനാണ്
കത്തോലിക്ക തിരുസഭ കണ്ട വലിയ വിശുദ്ധനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ജീവിതത്തിൽ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തി, വലിയ അഡ്വക്കേറ്റ്, ജീവിതത്തിൽ ഒരിക്കലും വാദിച്ച കേസിൽ പരാജയപ്പെടാതെ 18 കൊല്ലക്കാലം വാദിച്ച ഒരു കേസിലും തോക്കാത്ത വ്യക്തി. അവസാനം അയാൾ ഒരു കേസിൽ തോറ്റ ദിവസം അയാൾ കോടതിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തീരുമാനമെടുത്തു, കോടതിയെ ലോകവേദങ്ങൾ ഇനി എവിടെ എന്നെ കാണുകയില്ല. വക്കീൽ കുപ്പായം ഊരി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപത്തിന്റെ മുൻപിൽ സമർപ്പിച്ച് ദേവാലയത്തിൽ ചെന്ന് ജീവിതം സമർപ്പിച്ചു. പിന്നെ ഒരു തിരിഞ്ഞുനോട്ടമില്ല ജീവിതത്തിൽ. അവനാണ് കത്തോലിക്ക തിരുസഭ കണ്ട വലിയ വിശുദ്ധനായ വിശുദ്ധ അൽഫോൻസ് ലിഗോരി. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചിട്ട് ഈശോയെ സ്വന്തമാക്കിയ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധരുടെ ജീവിതം. ഈശോയെ സ്നേഹിക്കുന്നതിൽ നിന്ന് നിന്നെ തടയുന്നതെന്തോ അത് ഈശോയുടെ മുൻപിൽ അടിയറ വെച്ചിട്ട്, തമ്പുരാനെ എൻ്റെ ജീവിതം ഇതാ, ഇനി മുതൽ നീയാണ് എൻ്റെ സ്വന്തം, ഞാൻ നിന്റെ സ്വന്തം എന്ന് തീരുമാനിക്കുന്നിടത്ത് നിന്നേ യഥാർത്ഥ ആത്മീയത ആരംഭിക്കുകയുള്ളൂ എന്നർത്ഥം. അതുകൊണ്ടാണ് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞത്, ഈശോയെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആരും തടയപ്പെടാൻ ആഗ്രഹിക്കാത്ത വിധത്തിൽ സ്നേഹത്തിന്റെ തീവ്രത കൊണ്ടുകൊണ്ട് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ എഴുതി, ഈശോയെ നരകത്തിൽ പോകുമെന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ എന്നെ നരകത്തിലേക്ക് നീ തള്ളിയിട്ടേക്കുക. സ്വർഗത്തിലെത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ സ്വർഗ കവാടം അടച്ചേക്കുക. നിന്നോടുള്ള സ്നേഹത്താലാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് എങ്കിൽ നീ എന്നെ ആശ്ലേഷിക്കുക. ഈശോയെ സ്നേഹിക്കുന്നത് നരകത്തിൽ പോകുമെന്നുള്ള ഭയം കൊണ്ടാകരുത്. ഈശോയെ സ്നേഹിക്കുന്നത് സ്വർഗത്തിലെത്തി മഹത്വം കൊള്ളണമെന്നുള്ള ആഗ്രഹം കൊണ്ടാകരുത്. ഈശോയെ സ്നേഹിക്കുന്നത് ഈശോയെ പ്രതിയായിരിക്കണം. ദേവാലയത്തിൽ വരുന്നത് കാര്യസാധ്യത്തിന് വേണ്ടി ആകരുത്, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാകണം. എനിക്ക് എൻ്റെ ഈശോയെ കാണാനാണ് ഞാൻ ദേവാലയത്തിൽ പോകുന്നത്. എൻ്റെ ഈശോയെ സ്നേഹിക്കാനാണ് ഞാൻ ദേവാലയത്തിൽ പോകുന്നത്. ഈശോയെ സ്വന്തമാക്കാനാണ് ഞാൻ ദേവാലയത്തിൽ പോകുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഈശോയുമായുള്ള സ്നേഹബന്ധം ഉറപ്പിക്കാനാണ്. ഞാൻ ബൈബിൾ വായിക്കുന്നത് എൻ്റെ ഈശോയെ കേൾക്കാനാണ്. ഞാൻ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് എൻ്റെ ഈശോയ്ക്ക് കാഴ്ച സമർപ്പിക്കാനാണ്. അങ്ങനെ ഹൃദയബന്ധത്തിൽ ഈശോയെ സ്വന്തമാക്കിയാൽ നീ ഈശോയുടേതായി തീരും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആധ്യാത്മികതയിലേക്ക് നമ്മൾ വളരണം.